Meet the editors. ചോദ്യം ഇതാണ്, രണ്ട് തട്ടിലായി. ബാലകൃഷ്ണൻ, ഡി രാജ പറയുന്നു ദേശീയതലത്തിൽ തന്നെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഈ സന്ദർശനം. അതെ അതെ. സ്പീക്കർ ഷംസീർ പറയുന്നു അത്ര ഗൗരവകരമായ കാര്യമല്ല ഈ കൂടിക്കാഴ്ച, അഭ്യൂഹങ്ങൾ മാത്രമാണ്. PV അൻവറിൻ്റെ ആരോപണങ്ങൾ. പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുണ്ട്, മുഖ്യമന്ത്രി മൗനത്തിലുമാണ്. രണ്ടു തട്ടിലായോ? രണ്ട് തട്ടിലാണ് നിശ്ചയമായും. കാരണം വെച്ചാൽ ഇക്കാര്യത്തിൽ CPM-ഉം സർക്കാരും അജിത് കുമാർ വിഷയത്തിൽ രണ്ട് തട്ടിലാണെന്ന കാര്യത്തിൽ ഇനി സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പാർട്ടിയെ ഈ വിവാദത്തിൽ കൂട്ടിക്കെട്ടണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ CPM-ഉം സർക്കാരും തമ്മിലല്ല രണ്ട് തട്ടിലായിരിക്കുന്നത്, CPM-ഉം മുഖ്യമന്ത്രിയും തമ്മിലാണ് എന്ന് തന്നെ പറയാം. കാരണം മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് ഇനി ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുകയും വിശദീകരണം നൽകുകയും ചെയ്യേണ്ടത് എന്ന നിലപാടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ എടുത്തിരിക്കുന്നത്. LDF-ന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ബിനോയ് വിശ്വം തന്നെ CPI ആണല്ലോ രണ്ടാമത്തെ പാർട്ടി, 17 MLA-മാരുള്ള പാർട്ടിയാണ്, 4 മന്ത്രിമാർ ഈ സർക്കാരിലുണ്ട്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം നേരിട്ട് ഇന്ന് പിണറായി വിജയനുമായിട്ട് ഫോണിൽ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ LDF-ഉം സർക്കാരും രണ്ട് തട്ടിലാണ് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിലുള്ള സംശയമില്ല. നോക്കൂ, കഴിഞ്ഞ 8 വർഷത്തിനിടെ സംഭവിച്ചിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഒന്നാമത്തെ രാഷ്ട്രീയ പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതുപോലെ തോമസ് ചാണ്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് CPI-യുടെ 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പക്ഷേ അതിനേക്കാൾ ആഴവും പരപ്പുമുള്ള ഒരു പ്രതിസന്ധിയാണ്, ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേരിടുന്നത്. കാരണം ഈ സംസ്ഥാനത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM-ന്റെ BJP വിരുദ്ധ നിലപാടിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിലൊരു സംശയം സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ വെല്ലുവിളിയാണോ? CPM-നെ സംബന്ധിച്ചിടത്തോളം ചെറിയ വെല്ലുവിളിയാണോ? CPM-ന്റെ എക്കാലത്തെയും ശക്തികളിലൊന്നെന്ന് പറയുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അല്ലേ? ആ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ശക്തമായി നിന്നുകൊണ്ടല്ലേ 2016-ലും 2021-ലും CPM-ന് വിജയിച്ചു വരാൻ കഴിഞ്ഞത്. അപ്പോൾ ആ രാഷ്ട്രീയ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ആ പാർട്ടി അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധി തന്നെയാണ്. ഇനി എനിക്ക് അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുള്ളതായി എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. ഞാൻ വിചാരിക്കുന്നതേയില്ല ഇപ്പോൾ ഈ ദത്താത്രേയ ഹൊസബളയുമായിട്ടുള്ള ADGP MR അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ചയുണ്ടല്ലോ, അത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ ദൂതുമായി പോയതാണെന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. പിണറായി വിജയൻ എന്തെങ്കിലും ഒരു കാര്യം അജിത് കുമാറിനെ ഇൻട്രസ്റ്റ് ചെയ്യുകയും അങ്ങനെ അജിത് കുമാർ ഈ പിണറായി വിജയൻ്റെ ദൂതനായി പോയി ചില രാഷ്ട്രീയ കൊടുക്കൽ വാങ്ങലുകൾ ദത്താത്രേയ ഹൊസബളയുമായി നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഉദ്യോഗസ്ഥരെ ഇൻട്രസ്റ്റ് ചെയ്യുന്നൊരു രീതിയൊന്നുമില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതാക്കൾക്കിടയിൽ വിവിധ ചാനലുകളുണ്ട്, അവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാനുള്ള രീതികൾ അറിയാം, അതിന് ചില മെക്കാനിസം ഉണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ അതിശക്തമായ അന്വേഷണം മുന്നേറിയത് നമുക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. അന്ന് മോഹനനിൽ വരെ എത്തി നിന്നു അല്ലേ? അതിനുശേഷം പിന്നെയും മുകളിലേക്ക് പോകുന്നു എന്നൊരു ഒരു വലിയ ആ രീതിയിലാണ് തിരുവഞ്ചൂരിനെ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ശക്തമായ നിലപാടെടുക്കുന്ന ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്കായിരുന്നു. പിന്നെന്തായി അന്വേഷണം? അപ്പം അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിട്ടിട്ടാണോ? അവിടെയൊക്കെ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അന്ന് തന്നെ വിവാദമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് ADGP അജിത് കുമാർ എന്ന് പറയുന്ന ഒരാളെ, ഒരു ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ ദൗത്യം ഏൽപ്പിക്കില്ലെന്നേ. അതിനിപ്പോൾ നഡ്ഡയില്ലേ, അല്ലെങ്കിൽ നിതിൻ ഗഡ്കരി ഇല്ലേ, ഇല്ലെങ്കിൽ നരേന്ദ്രമോദി ഇല്ലേ എന്ന് മാത്രമല്ല, ഈ ദത്താത്രേയ ഹൊസബളെ ആരാ? ദത്താത്രേയ ഹൊസബളെ എന്ന് പറയുന്നത് RSS-ന്റെ ജനറൽ സെക്രട്ടറിയാണ്. RSS-ന്റെ പരിപാടി ഈ പറയുന്ന സംസ്ഥാന സർക്കാരുകളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഒതുക്കലും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അവർ ഈ പറയുന്ന സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിലാണ് ഇടപെടുക. അവിടെ മാത്രമാണ് RSS-ന് റോളുള്ളത്. അല്ലാതെ RSS ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ കേസ് ഒതുക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് ഒരു പാലമിടുന്ന ഒരു സംഘടനയല്ല, അല്ലെങ്കിൽ എക്സാലോജിക്ക് കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് പാലമിടുന്ന സംഘടനയല്ല. RSS-ന്റെ പരിപാടി എന്നൊക്കെ പറയുന്നത് വേറെയാണെന്ന് മാത്രമല്ല, RSS-ന്റെ സ്ഥാപകനായ ഗുരുജി ഗോൾവാക്കർ ഇന്റേണൽ എനിമി എന്ന് വിളിച്ചിട്ടുള്ള 3 വിഭാഗങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ. ഒന്ന് മുസ്ലിംസ്, 2 ക്രിസ്ത്യൻസ്, മൂന്നാമത്തെ ആരാന്നറിയോ? കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ ഇന്ത്യയിൽ ഇല്ലാതാക്കുക എന്നുള്ളത് RSS-ന്റെ പ്രഖ്യാപിത നയമാണെന്നേ. കാരണം RSS എപ്പോഴും ത്രെട്ട് അനുഭവിച്ചിട്ടുള്ളത് ആശയരംഗത്ത് കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന RSS ഒരു കാരണവശാലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സുഖകരമായും സുഗമമായും തുടരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കമൊന്നുമില്ല. പിന്നെ നമുക്ക് പറയാം ചില ഘട്ടങ്ങളിൽ
കാര്യങ്ങളിൽ തന്ത്രപരമായ ചില വിട്ടുവീഴ്ചകളൊക്കെ പരസ്പരം നടത്തും. ഇപ്പോൾ തൃശ്ശൂർ ഒരു സീറ്റ് സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾക്കും എന്താ പറയുക, ചില കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ അവർ തയ്യാറായിരിക്കും, ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ടാക്ടിക്സ് എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല RSSന്റെ നേതാവായിട്ടുള്ള ദത്താത്രേയ ഹൊസബോളയെ കണ്ട് ADGP അജിത് കുമാർ മുഖാന്തരം ഒരു സീറ്റ് കച്ചവടം ഉറപ്പിച്ച് ഈ സംസ്ഥാനത്ത് സർക്കാർ നേരിടുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കുടുംബം നേരിടുന്ന കേസുകളെ ഒതുക്കി തീർക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളെയല്ല പിണറായി വിജയൻ. അതൊന്നും സാധ്യമല്ലെന്നേ, അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇനിയിപ്പോൾ അജിത് കുമാർ പോയിട്ട് പൂരം കലക്കി തന്ന് ഞാൻ ഈ പറയുന്ന സീറ്റ് സംഘടിപ്പിച്ച് തരാം, എനിക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും തരണം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇവിടെ സംസ്ഥാന പോലീസ് മേധാവിയാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പൂരം കലക്കിയതാണോ അത് സ്വയമേവ കലങ്ങിയതാണോ എന്നറിയില്ല, അതിൻ്റെ ഗൂഢാലോചന ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഇത്തരത്തിലൊരു ദൗത്യം പിണറായി വിജയനെ പോലൊരു നേതാവ് ഇൻട്രസ്റ്റ് ചെയ്യും ADGP ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് ആദ്യത്തെ എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഈ കാര്യത്തിൽ. അപ്പോഴും ADGP അജിത് കുമാർ പോയിട്ട് ഈ പറയുന്ന ദത്താത്രേയ ഹൊസബോളയെ കണ്ട സംഭവം 16 മാസം മുമ്പ് പിണറായി വിജയൻ അറിയാമായിരുന്നു. പിണറായി വിജയൻ്റെ പോലീസ് തന്നെ അദ്ദേഹത്തിന് ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അദ്ദേഹം നിശബ്ദനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹത്തെ ക്രമസമാധാന ചുമതല എന്ന് പറയുന്ന, സത്യത്തിലൊരു മുഖ്യ സൈന്യാധിപൻ എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP തന്നെയാണ് സംസ്ഥാനത്ത്. അത് എത്രത്തോളം രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. അങ്ങനെ ഒരാൾ പോയിട്ട് ഇങ്ങനെ RSSൻ്റെ ഒരു മേധാവിയെ കാണുന്നു എന്ന് പറയുന്നത് അനുവദിക്കാനൊരു മുഖ്യമന്ത്രിക്ക്, CPMൻ്റെ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അവിടെ അദ്ദേഹം നിശബ്ദത പാലിച്ചത് ഒരു രാഷ്ട്രീയ സത്യസന്ധതയുടെ പ്രശ്നമാണ്. അക്കാര്യത്തിലൊരു വിശദീകരണം പിണറായി വിജയൻ പറയേണ്ടതുണ്ട്. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ CPMനെ പ്രതിരോധത്തിലാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ 16 മാസം തുടർന്ന ആ നിശബ്ദതയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിന് ADGP അജിത് കുമാറിനെ പറഞ്ഞു വിട്ടു പിണറായി വിജയൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പിണറായി വിജയൻ ആൻസറബിൾ ആയിരിക്കുന്നത് അങ്ങനെ ഒരാളെ, RSSുമായി ഒരു ബന്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ മുഖ്യ സൈന്യാധിപനായി വെച്ചു എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്ന തെറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാമല്ലോ, ഇന്നിപ്പോൾ AN ഷംസീർ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ. AN ഷംസീറിൻ്റെ ആ പറച്ചിലുണ്ടല്ലോ, അത് നിന്ദാസ്തുതിയായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അത് സർക്കാസമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഈ പറയുന്നത് സ്തുതിയാണെന്ന് തോന്നും, പക്ഷേ നിന്ദിക്കുകയാണ്. ഈ പറഞ്ഞ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു വ്യക്തിയല്ലേ, അദ്ദേഹത്തിന് പോയിട്ട് RSS ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ കണ്ടുവിടുന്നു. ADGP അജിത് കുമാർ ഒരു വ്യക്തിയല്ലെന്നേ. ADGP അജിത് കുമാർ ഒരു വ്യക്തിയായി മാത്രം ചുരുക്കി കാണേണ്ട ആളല്ല. അയാളൊരു വളരെ പവർഫുള്ളായ ഓഫീസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾ ഈ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുടെ മുഴുവൻ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ പോയിട്ട് RSSൻ്റെ ഒരു ഉപമേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു പറയുന്നത് വ്യക്തിപരമായിട്ട് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പിന്നെ ഷംസീർ എന്താണ് പറഞ്ഞത്? ഷംസീർ പറഞ്ഞതേ, ഞാൻ ഈ പിണറായി വിജയനൊപ്പമാണ്, ഞാൻ ഈ സർക്കാരിനൊപ്പമാണ്, ഞങ്ങളുടെ സർക്കാരിൻ്റെ പ്രതിച്ഛായക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാണ്. പക്ഷേ ഈ ഷംസീർ അടക്കമുള്ളൊരു വിഭാഗം, ഞാൻ പറഞ്ഞുതരാം. റിയാസ് ആണല്ലോ ആദ്യം ഇക്കാര്യത്തിനകത്ത് റിയാക്ട് ചെയ്തത്. റിയാസ് എന്താ പറഞ്ഞത്? പിണറായി വിജയനെതിരായിട്ടുള്ള നീക്കമെന്നാണ് പറഞ്ഞത്. പിണറായി വിജയനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ നീക്കമായിട്ട് അതിനെ ചുരുക്കി കാണുന്നില്ല റിയാസ് സ്മെല്ല് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ? പാർട്ടിക്കകത്ത് ആഭ്യന്തര വകുപ്പ് ഒരു വലിയ പ്രശ്നമാണെന്നും അതൊരു പ്രതിച്ഛായ പ്രശ്നമായി മാറിയിട്ടുണ്ടെന്നും അവിടെ ഒരുപാട് പിടിപ്പുകേടുകളുണ്ട് എന്നും വരുത്തി തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു, അത്തരം വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു വിഭാഗം നീങ്ങുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഈ സമ്മേളന കാലത്തിൽ അത് വളരെ പ്രധാനമാണ്. ആ നീക്കം എന്ന് പറയുന്നത്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, പിണറായിയെ ലക്ഷ്യം വെച്ചുള്ള നീക്കമല്ല, മറിച്ച് പിണറായിയുടെ തണലിൽ ഇപ്പോൾ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ മരുമകൻ പ്രശ്നമാണെന്ന് അതിനകത്തുള്ളത്. റിയാസിനെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മുഹമ്മദ് റിയാസിന് നന്നായിട്ട് അറിയാം. ഈ മലപ്പുറത്തെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള PP വാസുദേവൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, കണ്ടിരുന്നല്ലോ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വധിച്ചത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എന്ന് ഓർക്കണം, ജാഗ്രതയെ എന്നാണ് CPMൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി മലപ്പുറം PP വാസുദേവൻ ഈ പറയുന്ന ഫേസ്ബുക്കിൽ എഴുതിയത്. അപ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി പിണറായിയാണ്. പാർട്ടിക്കകത്ത് ആൻറ്റി പിണറായി എന്ന് പറയുന്നത്, പിണറായി ശക്തനായി ഇരിക്കുന്നിടത്തോളം കാലം റിയാസിനൊന്നും ചെയ്യാൻ കഴിയില്ല. റിയാസ് വളർന്നു വരുന്നതിനെതിരായിട്ടൊരു വിഭാഗമുണ്ട് CPMനകത്ത്. റിയാസിൻ്റെ ഈ പെട്ടെന്നുള്ള എലവേഷനിൽ താല്പര്യം ഇല്ലാത്ത മുതിർന്ന നേതാക്കളടക്കമുണ്ട്. അപ്പോൾ അവർ പിണറായിയെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന റിയാസിനെ ആണ് ലക്ഷ്യം. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈ PP വാസുദേവൻ്റെ പോസ്റ്റ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന CPMനകത്ത് ഉരുൾപൊട്ടലുകളുണ്ട്. ആ ഉരുൾപൊട്ടലുകൾക്ക് വഴിവെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് CPMനെ പ്രതിരോധത്തിലാക്കുന്ന, CPMൻ്റെ രാഷ്ട്രീയ നിലപാടിൽ വലിയ അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വിശ്വാസ ചോർച്ചയുണ്ടാക്കുന്ന ഒരു പ്രശ്നം പിണറായി വിജയൻ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹീസ് ആൻസറബിൾ. അതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ള കാര്യം. രണ്ടു തട്ടിലായോ എന്ന ചോദ്യത്തിന് രണ്ടു തട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെയും നിലപാട്. ഒന്ന്, LDFിൽ തന്നെ ഇതൊരു രണ്ട് തട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. CPI ഇന്ന് D രാജ പറഞ്ഞിരിക്കുന്നത് എന്താ? ദേശീയ തലത്തിൽ തന്നെ ഇതൊരു കോൺട്രവേഴ്സിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് സംസ്ഥാന ഘടകത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. സംസ്ഥാന ഘടകമാകട്ടെ ഈ വിഷയത്തിൽ എന്താണ് ADGP MR അജിത് കുമാറും ദത്താത്രേയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്, അതിൻ്റെ പൊരുൾ എന്താണെന്നറിയണം എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പുറം ലോകത്തറിയണം എന്നതാണ് CPIയുടെ നിലപാട്. എന്നാൽ അതിൽ പാർട്ടിക്ക് വലിയ താല്പര്യമില്ല എന്ന
നിലയിലാണ് CPM ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചതെങ്കിലും CPM-ലെ നേതാവ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയുന്നത് എനിക്കിതിൽ തൃപ്തിയില്ല എന്നാണ്. അപ്പോൾ CPI ഈ വിഷയത്തിൽ ഇത് പുറം ലോകം അറിയണം എന്ന് പറയുമ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്നൊരു നിലപാട് അത് പാർട്ടിയുടേതല്ല, അത് സർക്കാരിൻ്റെ ആഭ്യന്തര കാര്യമാണ്, സർക്കാരാണ് അത് വിശദീകരിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ CPM-ഉം രണ്ടു തട്ടിലാണ്. CPM-ൻ്റെ നിലപാട് അത് പാർട്ടിയുടെ വിഷയമല്ല, അത് സംസ്ഥാന സർക്കാരിൻ്റെ വിഷയമാണ്. സർക്കാരിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ മറുപടി പറയുന്നില്ല, അത് പറയേണ്ടത് സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്, പാർട്ടിക്കതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. മറുഭാഗത്ത് CPI പറയുന്നത് അങ്ങനെയല്ല, ഈ കൂടിക്കാഴ്ചയുടെ പൊരുൾ അറിയണം എന്നുള്ളതാണ് പാർട്ടി രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ D രാജ ദേശീയ തലത്തിൽ തന്നെ അത് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് LDF-നുള്ളിൽ CPI-യിലും CPM-ലും ഈ വിഷയത്തെ ചൊല്ലി രണ്ട് തട്ടായി അത് മാറിക്കഴിഞ്ഞു. ഇനി പാർട്ടിക്കുള്ളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും രണ്ട് തട്ടാണ്. അതിൽ തന്നെ ഇന്നിപ്പോൾ സാങ്കേതികമായി ഇത് വിശദീകരിക്കാനാണ് സ്പീക്കർ ശ്രമിച്ചത്. ഞാൻ സ്പീക്കർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കണിക പോലും ഞാൻ സ്പീക്കറെ ഈ വിഷയത്തിൽ സംശയിക്കുന്നില്ല. കാരണം സ്പീക്കർ RSS-നെ കുറിച്ചും സ്പീക്കർ RSS-ൻ്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് നമ്മുടെ മുന്നിൽ സൗണ്ട് ബൈറ്റ് ആയിട്ടുണ്ട്. ഇതേ സ്പീക്കർ തന്നെയാണ് RSS-ന്റെ ഈ ഗണേശോത്സവത്തെ RSS-ഉം സംഘപരിവാറും പ്രചരിപ്പിക്കുന്ന മിത്തുകളടക്കമുള്ള ആശയങ്ങളെ ഒക്കെ വിമർശിക്കുകയും അതിനെ ശാസ്ത്രയുക്തിയുടെ അടിസ്ഥാനത്തിൽ കാണണമെന്നുള്ള അഭിപ്രായം ഉണ്ടാവുകയും അത് പിന്നീട് വിവാദമായി മാറുകയും RSS ശക്തമായ നിലപാട് ഈ ഷംസീറിനെതിരെ എടുക്കുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ RSS-ന്റെ ആക്രമണത്തിന് ഇരയായി തീർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ ഷംസീർ തന്നെയാണ് എന്നതും അറിയാമല്ലോ. അതുകൊണ്ട് ഷംസീർ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തെ ലഘൂകരിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹം പക്ഷേ ഇവിടെ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തെ സാങ്കേതികമായി ചുരുക്കാനാണ് ശ്രമിച്ചത്. കാരണം അങ്ങനെ ഒരു വ്യാഖ്യാനം എളുപ്പമാണ്. സാങ്കേതികമായി നമുക്കതിനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടി തൽക്കാലം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. കാര്യം രാഷ്ട്രീയമായ വിശദീകരണത്തിനേക്കാളപ്പുറം എന്താണ് സാങ്കേതികമായ വിശദീകരണം? നിലവിൽ RSS ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? സാങ്കേതികമായി ശരിയാണ്. RSS ഉത്തർപ്രദേശിലും ഒരുപക്ഷെ മധ്യപ്രദേശിലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലാണ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ജനസംഖ്യ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ അത്രയും അധികം വൈബ്രൻ്റായി നിൽക്കുന്ന RSS ശാഖകളുള്ള കേരളത്തിലെ RSS ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന സാങ്കേതികത്വത്തിൽ നിൽക്കുമ്പോഴും അത് ലെജിറ്റിമൈസ് ചെയ്യുന്ന, അത് സാധൂകരിക്കുന്ന ഒരു രാഷ്ട്രീയ സമവാക്യമുണ്ടല്ലോ. ആ രാഷ്ട്രീയ സമവാക്യം ഷംസീർ ഇതുവരെ സ്വീകരിച്ചു പോകുന്ന നിലപാടിന് ഘടകവിരുദ്ധമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സാങ്കേതികമായി വേണമെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിച്ച് ഇതിനെ ലഘൂകരിച്ച് ഇതില്ല എന്ന് പറയാൻ സാധിക്കും. രണ്ടാമത് അദ്ദേഹം പറയുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ ADGP അജിത് കുമാർ സന്ദർശനം നടത്തിയത് അത് അത്ര വലിയ വിഷയമായി കാണേണ്ടതില്ല എന്നതാണ്. PV അൻവറിൻ്റേത് പലതും അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളുമാണ്. ഇത് മൂന്നും യഥാർത്ഥത്തിൽ സാങ്കേതികമായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും. കാര്യം അടിസ്ഥാനമായ തെളിവുകൾ വക്കും മൂലയുമുള്ള തെളിവുകൾ മാത്രമുള്ള ആരോപണങ്ങളായിട്ടാണ് ഇപ്പോഴും PV അൻവറിൻ്റെ ആരോപണങ്ങൾ നിൽക്കുന്നത് എന്നത് സാങ്കേതികമായ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ ആ സാങ്കേതികമായ വിശദീകരണം കൊണ്ട് മറയ്ക്കാൻ കഴിയുന്നതോ സാധൂകരിക്കാൻ കഴിയുന്നതോ അല്ല ADGP-യുടെ RSS ബാന്ധവം. എന്തുകൊണ്ടെന്നാൽ ഈ വിഷയം യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കുമെന്നൊരു വലിയ ചോദ്യത്തെ ഉന്നയിച്ചുകൊണ്ടാണ്. നോക്കൂ, പൗരത്വ വിഷയം, യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയങ്ങളടക്കം രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ ശ്രമം നടത്തിയ CPM-ൻ്റെ നീക്കത്തെ ലോക്സഭയിൽ ദയനീയമായി പൊളിച്ചു കൊടുത്തത് കോൺഗ്രസിൻ്റെ ഈ ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കാനുള്ള കരുത്തും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വവുമാണ്. എന്നാൽ നിയമസഭയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് നന്നായി ഭയക്കുന്നത് എന്താണ്? ഇതേ ന്യൂനപക്ഷം ലോക്സഭയിൽ കോൺഗ്രസിനോടൊപ്പം നിലപാട് പ്രഖ്യാപിച്ചുവെങ്കിൽ ഇതേ ന്യൂനപക്ഷം നിൽക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് ഈ CPM-നോടൊപ്പമാണ് എന്ന് UDF-ന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തുള്ളൊരു രാഷ്ട്രീയ കൗശലം, രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് VD സതീശൻ്റെ ബൈറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പൂരം കലക്കി എന്ന് മാത്രമല്ല, ഹിന്ദുക്കളെ പറ്റിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിനോടൊപ്പം നിൽക്കുകയും ന്യൂനപക്ഷത്തിനോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു കൗശലം CPM പ്രചരിപ്പിക്കുന്നു എന്ന രാഷ്ട്രീയമായൊരു മെസ്സേജാണ് ഈ ആരോപണത്തിലൂടെ UDF കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അഥവാ പ്രതിപക്ഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് വരുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഞാനും വിശ്വസിക്കുന്നതേയില്ല ഈ വിഷയത്തിൽ ADGP അജിത് കുമാർ ഏതെങ്കിലും ദൂതുമായി പോയി എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. 1% പോലും ഞാനതിൽ വിശ്വസിക്കാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിക്കോ പാർട്ടിക്കോ അങ്ങനൊരു സംവിധാനം വേണമെന്നുണ്ടെങ്കിൽ അത് ADGP അജിത് കുമാറിനെ പോലെ വലിയ പ്രകടനപരതയിൽ വിശ്വസിക്കുന്ന, വലിയ
വലിയ രീതിയിൽ കാര്യങ്ങളെ അവധാനതയോടുകൂടി അല്ലാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഈ സർക്കാരിന് പേരുദോഷം കൽപ്പിച്ച ഒരു ADGPയെ വളരെ ഗൗരവമേറിയ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദത്താത്രേയയുടെ അടുക്കൽ അയക്കുമെന്ന് കരുതുക വയ്യ. മാത്രവുമല്ല, നമ്മൾ RSSനെ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതേ. RSS ഒരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനയാണ്. ആ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ സംഘടനയ്ക്ക് അതിൻ്റെതായ മെഷീനറിയും ടൂളുമുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട വിങ്ങാണ് സമ്പർക്ക വിശേഷാൽ പ്രമുഖ് എന്ന് പറയുന്നത്. അതാണ് ജയകുമാർ. ആ ജയകുമാറിൻ്റെ ജോലി ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ പൊതുസമ്മതനായ ഒരു വ്യക്തിയെ RSSന്റെ ദേശീയധാരയോട്, RSSന്റെ പ്രത്യയശാസ്ത്രത്തോട് അടുപ്പിക്കുക എന്നതാണ്. അത്തരം ശ്രമങ്ങൾ അവർ നടത്തും. അതിൽ പോയി വീഴണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ്. ADGP അജിത് കുമാറിനെ ആ സംഘടനയിലേക്ക് നയിക്കുന്നത് വഴി CPMനെ തളർത്താൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. എന്നാൽ അതിൽ ഗുരുതരമായൊരു വിഷയമുള്ളത്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്രമസമാധാന പാലനത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഇവിടെയാണ് നമ്മുടെ പോലീസ് സേനയിൽ അടുത്ത കാലത്തായിട്ട് രൂപപ്പെട്ടു വരുന്ന സംഘവൽക്കരണത്തിൻ്റെ ചില പ്രാഥമിക രോഗങ്ങളുണ്ട്, പ്രാഥമിക ലക്ഷണങ്ങളുണ്ട് എന്നൊരു നിരീക്ഷണം നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയോ മറ്റു രാഷ്ട്രീയ നേതാക്കളെയോ പോലീസ് സ്റ്റേഷനിൽ അനുവദിക്കാതിരിക്കുകയും സമ്പൂർണ്ണമായ സ്വയം നിയന്ത്രണം ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും പോലീസിനെ സ്വയം ഭരണാധികാരമുള്ളൊരു സേനയാക്കി മാറ്റുകയും ചെയ്യുക എന്ന നയം അടിസ്ഥാനമായി തെറ്റിപ്പോകുന്നത് ഈ ഘട്ടത്തിലാണ്. ഇവിടെയാണ് ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സംവിധാനമായി പോലീസ് സേന മാറിയിട്ടുണ്ടോ എന്ന് അന്വേഷണം ഉണ്ടാവേണ്ടത്. പ്രഥമ ദൃഷ്ടിയെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ CPMന്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ വലിയ കണക്കുകളൊന്നും നമ്മുടെ മുന്നിലില്ല. പക്ഷേ UAPA കേസ് നമ്മുടെ മുന്നിലുണ്ട്. അതാകട്ടെ ഈ ക്രമസമാധാനത്തിന് ചുമതല അജിത് കുമാർ വരുന്നതിന് മുമ്പുള്ള സമയത്താണ്. ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശപ്രകാരമാണ് UAPA ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ പോകുന്നതും ഏറ്റുമുട്ടലുണ്ടാവുന്നതും. പക്ഷേ പോലീസ് സേനയിൽ അപകടകരമായ രീതിയിൽ ഒരു സംഘവൽക്കരണം നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു നിരീക്ഷണമാണ്. അതിനി കണക്കുകൾ പുറത്തു വരണം. ആ കണക്കുകളിൽ ഈ പറയുന്ന ഫോൺ ടാപ്പിംഗ് അടക്കമുള്ളവ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. അതൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്ന ഒന്നാണ്. ഞാൻ ആ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ പൂർണ്ണമായിട്ടും ബൈറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രതിപക്ഷം ഇതിപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ പൂരം കലക്കിയെന്നും ADGPയുടെ RSS ബന്ധവും അതിനെ പിണറായി വിജയനെ കൂട്ടിയോജിപ്പിക്കുന്നത് വഴിയും CPMും ഇടതുപക്ഷവും നേരത്തെയുള്ള ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും മാറി അവർ ഭൂരിപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പമാണ് എന്നൊരു പൊളിറ്റിക്കലായിട്ടുള്ള നെറേറ്റീവ് വ്യാഖ്യാനമുണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. അതിനുള്ള ഒരു കിട്ടിയിരിക്കുന്ന ഒരു വടിയായിട്ടാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ നാളെ ഇത് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതോടുകൂടി അത് അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ വിവരം തനിക്ക് ലഭിച്ചിട്ടുണ്ട്, അത് വളരെ വ്യക്തിപരവും പേഴ്സണലാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു പരിധിവരെ അതിനപ്പുറത്തേക്ക് ആ ചർച്ച പോകാനുള്ള സാധ്യതയില്ല. കാരണം ഇത് ഒരു നേതാവിൻ്റെ സന്ദർശനമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് നേതാക്കളുടെ സന്ദർശനം UDFന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. UDFന്റെ പ്രതിനിധി തന്നെ പോയി, നേരത്തെ ഞാൻ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഗോൾവാൾക്കറിൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ പോയി അല്ലെങ്കിൽ ആ ഛായാചിത്രത്തിന് മുന്നിൽ പോയി വിളക്ക് കൊളുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. KPCC പ്രസിഡന്റ് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത്തരം നീക്കങ്ങളൊന്നും CPMൽ നിന്നുണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥനെ പ്രതിയുള്ള ഈ ചർച്ച മുഖ്യമന്ത്രി മൗനം വിടുന്നതോടുകൂടി അവസാനിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഗൗരവമേറിയ വിഷയം PV അൻവർ ഉയർത്തിയിരിക്കുന്ന ഫോൺ ടാപ്പിംഗ് അടക്കമുള്ള വിഷയവും അതുവഴി ഏതെങ്കിലും തരത്തിലൊരു സംഘവൽക്കരണവും ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു പോലീസിംഗും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം എന്തായാലും നമ്മുടെ കയ്യിലില്ല. ആ ചോദ്യം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവശേഷിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ആഴത്തിൽ ഉള്ള പരിശോധന വേണ്ടിവരും. മുഖ്യമന്ത്രിക്ക് മൗനം വെടിയേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ക്രമസമാധാന ചുമതലയിൽ മാറ്റും, സംശയമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് തട്ടിൽ തന്നെയാണ്, രണ്ട് തട്ടിൽ രണ്ടോ മൂന്നോ തട്ടുകളായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ മൗനം അത് അവസാനിക്കുന്നതോടുകൂടി അതിലൊരു വ്യക്തത വരുമെന്നാണ് എൻ്റെ ടേക്ക്. നമുക്കിനി ഒരു ചെറിയ ഇടവേളയ്ക്ക് പോകാം. ഇടവേള കഴിഞ്ഞ് ഉടൻ മടങ്ങി വരാം. വെൽക്കം ബാക്ക്. ADGP RSS കൂടിക്കാഴ്ചയിൽ രണ്ട് തട്ടിലായോ? മുന്നണിയിൽ CPMും പാർട്ടിയും സർക്കാരും എന്നാണ് ചോദ്യം. അരുൺ, RSS നേതാക്കളെ MR അജിത് കുമാർ കണ്ടത് പൂരം കലക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള നെഗറ്റീവാണല്ലോ മൊത്തം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം RSS എന്നുള്ള നിലയ്ക്ക്, RSS ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയ്ക്ക് RSS ഇമാതിരി പണികളൊന്നും എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ RSS
ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശാഖകളുള്ളൊരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ RSS ഇറങ്ങി തിരിച്ചു എന്നുള്ളത്? RSS അങ്ങനെ ചെയ്യില്ല എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർക്ക് അധികാരമോഹങ്ങളില്ലാത്ത ആൾക്കാരാണ്. 80% RSSൻ്റെ പിന്നെ ഏത് കാര്യഭാഗം നിങ്ങൾ എടുത്തു നോക്കിയാലും ഒരാൾക്കും ആ അധികാരമോഹങ്ങളില്ല. അങ്ങനെ അവരൊന്നും ആ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ MR അജിത് കുമാറിന് RSSനെ കൊണ്ട് ആവശ്യം വന്നു. എന്താണ് ആവശ്യം? MR അജിത് കുമാറിന് ഇപ്പം DGPയുടെ പോസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒഴിവ് വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒഴിവ് വരുമ്പോൾ എന്താണ്, MR അജിത് കുമാർ ADGP ആണ്. MR അജിത് കുമാറിൻ്റെ മുകളിൽ 5 പേര് നിൽക്കുകയാണ്. അതിനകത്ത് 3 പേര് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. ആ 3 പേര് കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്ത് ഇങ്ങോട്ട് വന്നാലാണ് അവർക്ക് ആദ്യ പരിഗണന വരിക. പിന്നെയുള്ള 3 പേര്, ഒന്ന് S സുരേഷ്, ഒന്ന് മനോജ് അബ്രഹാം, പിന്നെ ഒന്ന് അജിത് കുമാർ. ആ 3 പേര് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിൽക്കുകയാണെങ്കിൽ ഈ അടുത്ത് വരുന്ന 3 പേർക്കും എന്താണ് ഈ പറഞ്ഞ പിന്നെ ലിസ്റ്റിലേക്ക് വരാം. അതാര് കനിയണം? കേന്ദ്രം കനിയണം. അവിടുന്ന് ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഈ പറഞ്ഞ ലിസ്റ്റിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ MR അജിത് കുമാറിന് ഈ ലിസ്റ്റിൽ കയറാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ പറഞ്ഞ S സുരേഷിൻ്റെയും MR അജിത് കുമാറിൻ്റെയും ഈ മനോജ് എബ്രഹാത്തിൻ്റെ ലിസ്റ്റ് മുഖ്യമന്ത്രിൻ്റെ കയ്യിൽ കേന്ദ്രം 3 പേരുടെ ലിസ്റ്റാണല്ലോ കേന്ദ്ര DGPനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ആ 3 പേരുടെ ലിസ്റ്റിൻ്റെ അകത്ത് കേന്ദ്രം ഇങ്ങോട്ട് കൊടുത്താൽ ആ ലിസ്റ്റിൽ ആരെയാണ് പിണറായി വിജയൻ വെക്കുക? അത് ആർക്ക് നന്നായിട്ട് അറിയാം? MR അജിത് കുമാറിന് നന്നായ. അപ്പോൾ ആ 3 പേരിലെ ഒരു ലിസ്റ്റ് ഇങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ പറഞ്ഞ MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ടത്. ഈ RSS നേതാക്കന്മാരെ കാണുന്നത് എങ്ങനെയാണ്? RSS നേതാക്കിൻ്റെ ഒരു രാം മാധവനെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് ദത്താത്രേയ ഹൊസബളേനെ കാണുന്നു. ദത്താത്രേയ ഹൊസബളേനെ കണ്ടു കഴിഞ്ഞാൽ RSSൻ്റെ ഒരു രീതി എങ്ങനെയാണ്? നമ്മൾ ഇവിടുത്തെ സ്റ്റേറ്റ് RSSൻ്റെ പിന്നെ ആൾക്കാരെ കണ്ടതിന് ശേഷം നാഷണൽ സെക്രട്ടറിനെ കാണാനാണ് അവർ സാധാരണ നിർദ്ദേശിക്കുക. നാഷണൽ സെക്രട്ടറിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അവർ പാർട്ടിയിലേക്ക് ഒരാളെ പിന്നെ ഒരു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വെച്ചിട്ടുണ്ടാവും. ഇപ്പം BL സന്തോഷാണ് പാർട്ടിയുടെ ചുമതലയുള്ള. അവരോട് പറഞ്ഞാൽ RSS അങ്ങനെയാണല്ലോ സാധാരണ RSSൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടുന്ന് നേരെ പോയി BL സന്തോഷം കണ്ടിട്ട് കേരളമൊന്നും പ്രാക്ടിക്കലേ അല്ല. കാരണം അവരെന്താ ചോദിക്കുക? കാരണം RSS എപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നത് അവരുടെ ആൾക്കാരെ എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടാണ്. RSS എവിടെയും RSSന് എല്ലാ സ്ലീപ്പിംഗ് സെല്ലുകളുള്ള ഒരു സംഘടനയാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ലീപ്പിംഗ് സെല്ലുകളുള്ള സംഘടനയ്ക്ക് ഈ പറഞ്ഞ ഒരു ADGPനെ DGP ആയി വെക്കുക എന്ന് പറയുന്നത് ആദ്യമേ RSSൻ്റെ വിശ്വാസം നേടണമാർ MR അജിത് കുമാർ. അപ്പോൾ RSSൻ്റെ ഇവിടെ നേടിയിട്ടുണ്ടാവും, ഹൊസബളേനെ കണ്ടിട്ടുണ്ടാവും, അത് നാഷണൽ സെക്രട്ടറി കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണം സംഘടനാ ജനറൽ സെക്രട്ടറി BJPയുടെ സംഘടനാ ജനറൽ ചുമതലയുള്ള പിന്നെ RSSൻ്റെ ഒരാളുണ്ടല്ലോ സെക്രട്ടറി, അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം പിന്നെ നരേന്ദ്രമോദിനോടോ അമിത്ഷാനോടോ പറഞ്ഞാൽ ഇവിടെ ഈ പോസ്റ്റിംഗ് നടക്കുമെന്ന് പറയും. അപ്പം അതൊരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലുള്ള കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്ന എല്ലാവരും ആ പോകുന്ന കാലയളവിൽ RSSും BJP ആയിട്ട് ഒരു ബന്ധം പുലർത്തുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളെല്ലാവരും. അങ്ങനെ ഒരു ബന്ധത്ത് പുലർത്തിയാൽ മാത്രമേ അവർക്ക് നല്ലൊരു പോസ്റ്റ് കേന്ദ്രത്തിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് കടുത്തൊരു കമ്മ്യൂണിസ്റ്റ് പിന്നെ അനുഭാവി, ഇവിടെ ഒരു കടുത്ത കോൺഗ്രസ് അനുഭാവി കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷൻ പോകുന്ന നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? അങ്ങനെ അവിടെ ചെന്നിട്ട് അവർക്കൊരു അപ്രസാധാനമായ ഏതെങ്കിലും ചുമതല എടുത്ത് അവിടെ വെക്കും. കാരണം അതൊരു വലിയ പ്രൊസീജിയറാണ്. ഈ പറഞ്ഞ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പോവുക, ഡെപ്യൂട്ടേഷൻ തിരിച്ചു വരിക എന്ന് പറയുന്നത് വലിയ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യം, ഈ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പിന്നെ ദത്താത്രേയ ഹൊസബളേനെയും റാം മാധവനെയും ഇനി വേറെ ഏതെങ്കിലും BJP നേതാക്കന്മാരെയോ RSS നേതാക്കന്മാരെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം 1 വർഷവും 6 മാസത്തിന് മുൻപാണ് പിന്നെ ഈ ദത്താത്രേയനെ കാണുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിച്ചിട്ടാണ് രാംമാധവനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിച്ചിട്ടാണ് പറഞ്ഞ തൃശ്ശൂർ പൂരം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ പ്രൊസീജിയറിന് 1 വർഷം മുന്നേ ഈ BJPനെ പോലെയുള്ള ഒരു സംഘടന, പ്രത്യേകിച്ച് സുരേഷ് ഗോപി മത്സരിക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പിന്നെ 1 വർഷം മുന്നേ പ്ലാൻ ചെയ്ത് അടുത്ത 1 വർഷം കഴിച്ചിട്ട് പിന്നെ അവിടെ പൂരം വരുമെന്നും ആ പൂരം കളിക്കാൻ സുരേഷ് ഗോപി ജയിക്കുമെന്നും. കാരണം ഒരു ഇലക്ഷൻ ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഏറ്റവും കുറഞ്ഞ 6 മാസത്തിനുള്ളിലാവാം, അല്ല 5 മാസത്തിനുള്ളിൽ. അപ്പോഴാണല്ലോ നമുക്ക് ഇദ്ദേഹം ജയിക്കുമോ മറ്റാളെ ജയിക്കുമോ എന്നുള്ളൊരു മലയാളി എന്നുള്ള നിലയ്ക്ക് തോന്നുക. അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റിംഗ് ഒന്നും നടക്കാത്ത കാലയളവിൽ, അങ്ങനെ ഒരു സംവിധാനം നടക്കാത്ത കാലയളവിൽ അമിത്ഷാ വന്ന് ഫസ്റ്റത്തെ പ്രസംഗം നടത്തി 1 വർഷം മുന്നേ അമിത്ഷാ വരുന്നതിന് മുൻപാണിത്. അമിത്ഷാ വന്ന് പ്രസംഗം നടത്തുന്നതിന് മുൻപ് ഈ പറഞ്ഞ സുരേഷ് ഗോപി ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒന്ന് പ്രസംഗം നടത്തുമ്പോൾ സുരേഷ് ഗോപി ആയിരിക്കും മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന് മുൻപ് ഹൊസബളേനെ കണ്ട്. കാരണം അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു കാരണവശാലും ഇത് MR അജിത് കുമാർ. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ MR അജിത് കുമാർ ഇപ്പോൾ ചെയ്ത കാരണം കൊണ്ട് CPM പോയി പെട്ടിലായി എന്നുള്ളതാണ് സത്യം. കാരണം RSSന് ഇപ്പോൾ ഒരു RSS ബ്രാൻഡിങ് ആരുടെ പേരിൽ വന്നു? ഈ MR അജിത് കുമാറിൻ്റെ പേരിൽ വന്നു. ഇനി RSSന് RSS ആണെങ്കിലും RSS അല്ലെങ്കിലും, അല്ലെങ്കിൽ BJP ആണെങ്കിലും BJP അല്ലെങ്കിലും, ഈ സംഘടനയായിട്ട് ഒരു അനുഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ MR അജിത് കുമാറിൻ്റെ ഏകദേശം ഒരു ബ്രാൻഡിങ്
ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഈ ബ്രാൻഡിങ്ങിൽ നിന്ന് പിണറായി വിജയനോ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനോ പുറത്തു വരണമെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയല്ലാതെ വേറെ മാർഗ്ഗമില്ലാതായി. അതുമാത്രമല്ല CPIൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ 2 തട്ടിലാണെന്നുള്ള ചോദ്യം. ഇപ്പോൾ 2 തട്ടിലൊന്നല്ല, മുന്നണിയിൽ 2 തട്ടിൽ, പാർട്ടിയിൽ പിന്നെ M.A. ഗോവിന്ദ മാഷും പിന്നെ പിണറായി വിജയനും 2 തട്ടിൽ. അതുമാത്രമല്ല പാർട്ടിയുടെ പുറത്തുള്ളൊരു PV അൻവർ വേറൊരു തട്ടിൽ. ഇതിന് മൊത്തമല്ലാതെ ഷംസീർ വേറൊരു തട്ടിൽ. അതിനകത്ത് ഈ പറഞ്ഞ 21 മന്ത്രിമാരിൽ എത്ര മന്ത്രിമാർക്ക് ഇതിനോട് അനുകൂലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ 80% മന്ത്രിമാർക്ക് അനുകൂലം ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ സംവിധാനങ്ങളെ എല്ലാം എങ്ങനെയാണ് ബാധിച്ചത്? ഈ പറഞ്ഞ ഇന്ന് ഷംസീർ പറഞ്ഞ പോലെ RSS ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയാണ്. RSS മേധാവിയെ കണ്ടതിൽ എന്താണ് തെറ്റ്? അങ്ങനെ കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ കണ്ടുകൂടെ എന്ന് ആർക്ക് ചോദിക്കാൻ പറ്റില്ല. ഈ പറയുന്ന പിന്നെ വർഷങ്ങളായിട്ട് RSSഉം പിന്നെ CPM തമ്മിൽ യുദ്ധം പിന്നെ പോലെ നടന്നിട്ട് എത്ര രക്ഷസാക്ഷികളുള്ള പാർട്ടിക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇന്നലെ M.V. ഗോവിന്ദ മാഷ് പറഞ്ഞത് ഇത് ഞങ്ങൾ സന്തോഷത്തോടുകൂടി പറഞ്ഞാൽ, അതായത് സംതൃപ്തിയോടുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയോ? അങ്ങനെയല്ല. ഇത് തീരുമാനിക്കേണ്ടത് ആരാ? സർക്കാരാണ്. സർക്കാർ അതിൻ്റെ നിലപാടെടുക്കണ്ടേ. ആ സർക്കാർ നിലപാടെടുക്കാത്തത്തോളം കാലം ഇതിനെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോവുക. ഇപ്പം നോക്ക്, സാധാരണ ഒരു CPIൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി D. രാജ അങ്ങനെ പറയുമെന്ന് നിങ്ങൾ ചോദിച്ചു ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 8 വർഷം ഭരണം നടത്തിയിട്ട് കോൺട്രവേഴ്സി ഇത് ലോകം ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത് D. രാജ ഇന്ന് ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ച് പറയല്ലേ? ഡൽഹിയിലെ പത്രസമ്മേളനം വിളിച്ച് പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ പറയുന്ന പ്രസ്ഥാനം, ഈ പറഞ്ഞ ഇത്രയും ചെറിയ, കാരണം ഒരു ADGP എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ADGP എന്ന് പറയുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എത്ര വലിയ പദവിയാണോ? അതിന് മേലെ DGP ഇല്ലേ? എത്ര DGPമാരുണ്ടായിരുന്ന? 3-4 DGPമാർ ഒരേ പോസ്റ്റിലുണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം. ഏത് ഫയർഫോഴ്സിന് വരെ DGP ഉണ്ടായിരുന്ന സ്റ്റേറ്റാണ് കേരളം. അതിൻ്റെ താഴെ ADGP ഇപ്പോൾ 4-5 ADGPമാരല്ല കേരളത്തിൽ. അപ്പോൾ ഒരു ADGPക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ ഇങ്ങനെ കൊണ്ട് ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുന്നതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ചേതോ വികാരം എന്നുള്ളത് പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഇന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ മലപ്പുറത്തെ മുൻ സെക്രട്ടറി, പാർട്ടിയുടെ മുൻ സെക്രട്ടറി എന്താ പറഞ്ഞതെന്നറിയോ? ഈ പറഞ്ഞ പിന്നെ കൗരവരുടെ അടുത്ത് യുദ്ധത്തോറ്റ കഥ പറയുന്നത് എന്തുകൊണ്ടാണ്? ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സംവിധാനം, ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ ഇത്രയും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒറ്റ കൊടുക്കണ്ട എന്നുള്ളത് ജനങ്ങൾ മുഴുവൻ പറയാണ്. ഇനി PV അൻവർ വിഷയത്തിലേക്ക് വന്നാൽ PV അൻവർ എന്താണ് പറയുന്നത്? PV അൻവർ ഇത് തന്നെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് പൂരം കലക്കിയത് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, ഈ പൂരം കളക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പിന്നെ M.R. അജിത് കുമാർ പോലീസിനെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കോ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല. കേരളത്തിലെ പോലീസ് ഈ അവസ്ഥയാകുന്നത് പാർട്ടിക്കോ പ്രസ്ഥാനത്തിന് വേണ്ടി. ഇത് ഇടതുപക്ഷ നിലപാടല്ല എന്ന് PV അൻവർ പറയുന്നതിൻ്റെ ഭാഗത്ത് 80% വരുന്ന പാർട്ടി പ്രവർത്തകർ നിൽക്കുകയാണ്. ഇപ്പോൾ ലോക്കൽ സമ്മേളനം നടക്കുമ്പോൾ എന്നോട് ഇന്നലെ ഒരു പിന്നെ ലോക്കൽ സമ്മേളനം കഴിഞ്ഞിട്ട് വന്ന ഒരാളെന്നോട് പറയുകയാണ്, സാർ 80% ചർച്ച, 80% 100%, ഞങ്ങൾ 1-2 പേര്, കാരണം പുള്ളിക്ക് എന്നോട് മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി പറയും ഞങ്ങൾ 1-2 പേര് മാത്രമാണ് ഇതിന് വ്യത്യസ്തം. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഈ പറഞ്ഞ ഭരണത്തിനെതിരെ പ്രമേയം പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ ബ്രാഞ്ചിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ അവർ പറയുന്നത് ഒന്നുമില്ലാതെ PV അൻവർ പറയില്ലല്ലോ, അത് അന്വേഷിക്കണ്ടേ പാർട്ടി എന്നതാണ്. അല്ല, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് വിഷം ഈ കേരളത്തിലെ CPM-നാണെങ്കിലും CPI-ക്കാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെല്ലാം രക്തത്തിൽ ഇടതുപക്ഷമുള്ളവരാണ് എല്ലാ പ്രവർത്തകരും. കാരണം മറ്റൊന്നോളം ഇന്ന് കോൺഗ്രസ്സിൽ, നാളെ BJP-യിൽ, മറ്റത്തെ ഇടതുപക്ഷത്തെന്ന് പറഞ്ഞ ഒരു പ്രവർത്തനമില്ല. ഒന്നില്ലെങ്കിൽ ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് പുറത്ത്, 2 വിഭാഗമേ ഉള്ളൂ. ഒന്നിലകത്ത് അല്ലെങ്കിൽ പുറത്ത്. അവരെ ഉള്ളിൽ രക്തത്തിൽ ഇടതുപക്ഷമുള്ളതാണ് അല്ലെങ്കിൽ പാർട്ടിയുള്ളവരാണ്. ആ പാർട്ടിയുള്ള പ്രവർത്തകരുടെ മുന്നിൽ ഈ പറയുന്നത് പോലെ ഒരു ചെറിയ ലെവലിൽ ഈ ബ്രാഞ്ച് തലത്തിൽ വലിയ ചർച്ചയായി, വളരെ വലിയ ചർച്ചയായി. അപ്പം അങ്ങനെയുള്ള നിലയിലേക്ക് ഈ പറയുന്ന പ്രസ്ഥാനത്തെ ഈ M.R. അജിത് കുമാറിൻ്റെ കേസിന് വേണ്ടി മാത്രം, കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചർച്ച ഒറ്റ പോയിന്റിലല്ലേ, സിംഗിൾ പോയിന്റ്. PV അൻവർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ PV അൻവർ ഫോൺ ചോർത്തിയതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം തെളിവോട് കൂടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് അദ്ദേഹം ഈ പറഞ്ഞ ആഭ്യന്തരവകുപ്പ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ തെളിവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ തെളിവോട് കൂടിയിട്ട് അതെല്ലാം പറയുന്നത്. അതും ഒഴിച്ചു നിർത്തിയാൽ, PV അൻവർ ഒഴിച്ചു നിർത്തിയാൽ ഒറ്റ പോയിന്റിലാണ് നിൽക്കുന്നത്. എവിടെ? M.R. അജിത് കുമാർ. അപ്പം എൻ്റെ ഒരു വിശ്വാസം, നാളെ മറ്റന്നാൾ മുഖ്യമന്ത്രി പിന്നെ മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കാൻ പാർട്ടിക്ക് പറ്റുക, മുഖ്യമന്ത്രിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു നിലപാടെടുത്താൽ വലിയ സംവിധാനത്തിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ളൊരു ന്യൂനപക്ഷ വിഭാഗത്തെ അരക്ഷിതാവസ്ഥയിലാക്കുന്നു എന്ന് വലിയൊരു രാഷ്ട്രീയ വിഷയമാണ് ഉയർത്തിവിട്ടിരിക്കുന്നത്. അപ്പോൾ ADGP അജിത് കുമാർ ഇനി അയാളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കണ്ടാലും പ്രൊമോഷന് വേണ്ടി കണ്ടതാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും അത് സൃഷ്ടിച്ചിരിക്കുന്ന ഇമ്പാക്ട് ചെറുതല്ല, അത് ഡാമേജ് ചെയ്തു, വലിയ ഡാമേജ് ചെയ്തു. പിണറായി വിജയനെ ഡാമേജ്. അല്ല, ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ആഭ്യന്തര മന്ത്രാലയത്തിനുള്ളിൽ
ഒരു ചെറിയ ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഒരു വലിയ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ആരായിക്കോട്ടെ, ആര് തെറ്റ് ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിക്കാണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ 5 മിനിറ്റ് മുന്നേ ഈ പറഞ്ഞ അതിജീവിതരെ വീട്ടിൽ രാത്രി 8 മണിക്ക് ആൾക്കാർ കയറുന്നു, അല്ലെങ്കിൽ പോലീസ് കയറിയിട്ട് മൊഴിയെടുക്കുന്നു, ഇത് നിയമപ്രകാരമല്ല, ഇങ്ങനെ മൊഴിയെടുക്കാൻ പാടില്ല, ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വന്ന് നിൽക്കുന്ന ആർക്കാ? അവിടെ ഇത് പോലീസ് ഉദ്യോഗസ്ഥനല്ല, ആഭ്യന്തരമന്ത്രിക്കും ആഭ്യന്തര മന്ത്രാലയത്തിനല്ലേ. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിനുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇത് നല്ല രീതിയിൽ ഇതിനെ കൊണ്ടു നടക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണല്ലോ ഈ പറയുന്ന പിന്നെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്നുള്ളത് ഈ ലോക്കൽ കമ്മിറ്റികളും ഈ പറഞ്ഞ സംവിധാനങ്ങളും മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇതൊരു വലിയ ഉടച്ചുവാർക്കലുണ്ടാവും ഇതോടൊരു സംബന്ധിച്ച്. അല്ലെങ്കിൽ തെളിഞ്ഞു കുലുങ്ങും, പിന്നെ കലങ്ങും, പിന്നെ തെളിയും. അങ്ങനെയാ പി വി അൻവർ പറഞ്ഞത് അല്ലേ? അതുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 2 തട്ടിലോ എന്നായിരുന്നു ചോദ്യം. യെസ് എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം. 2 തട്ടിൽ തന്നെയാണ്. Meet the editors.